ഹായ്, എല്ലാവർക്കും സുഖമായിട്ട് വിചാരിക്കുന്നു. പൂർവ്വം സ്വാഗതം കേട്ടോ. നമ്മുടെ സി എ ഫൗണ്ടേഷൻ, CMA ഫൗണ്ടേഷൻ ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലെ. പിന്നെ ബികോം, SM+2 കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് CA CMA അല്ലെ. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് റേഷ്യോ, ഇൻഡസ്ട്രീസ്, പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ലോഗരിതം. ഈ ഒരു 4 ചാപ്റ്ററിന്റെ ഒരു ചാപ്റ്റർ 1 ആണ്. CA ഫൗണ്ടേഷൻ ചാപ്റ്റർ 1 ആയിട്ടാണ്. അപ്പം എന്താണ് താമസിക്കില്ല, വീഡിയോയിൽ കിടക്കാം. അപ്പം ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, റെഫറൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ടെസ്റ്റ് നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ നിങ്ങൾ ക്ലാസ് മാത്രം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ടെസ്റ്റ് കൂടി നോക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ അതുപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മ കിടക്കണം ജസ്റ്റ് കമന്റ് ചെയ്ത് നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു കമന്റ് തുടങ്ങിയാലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കമന്റ് തുടങ്ങാം. ഓക്കെ, എന്താണ് ചാപ്റ്റർ 1 നമ്മൾ നോക്കണം. ചാപ്റ്റർ 1ന്റെ അകത്ത് ഫസ്റ്റ് ഏരിയ ആയ എന്താണ് യൂണിറ്റ് 1 ആണ് നോക്കണം. യൂണിറ്റ് 1 എന്താണ് മക്കളെ? റേഷ്യോസ് ആണ് അല്ലെ. റേഷ്യോസ്, റേഷ്യോ. അപ്പൊ റേഷ്യോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പാരിസൺ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അവിടെ നമുക്ക് എന്ത് മാത്രം സെയിം ക്വാണ്ടിറ്റിയിലുള്ള കാര്യം, അല്ലെ സെയിം കൈൻഡുള്ള കാര്യം സെയിം ക്വാണ്ടിറ്റി ആയി മാത്രം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെന്റിമീറ്ററും വെയിറ്റും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂല അല്ലെ. ഇതിൽ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കൂ, കൺസെപ്റ്റുകളാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളെ കൺസെപ്റ്റ് മാത്ത് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കാതെ എന്താണ് കുറെ ക്വസ്റ്റ്യൻ ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ കൺസെപ്റ്റ് നോക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോ എന്താണെന്ന് നോക്കാം അല്ലെ. റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ദ comparison of two or more quantity of same kind. എന്താണ് same kind by division ആണല്ലോ. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പാരിസൺ ആണ്. രണ്ടിലധികമായിട്ടുള്ള ക്വാണ്ടിറ്റിയുമായിട്ട് എന്താണ് സെയിം കൈൻഡ് ഉള്ളതായിട്ട് ബൈ ഡിവിഷൻ, അതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇതിനൊരു ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? A:B എന്നാണ് പറയുന്നത്. A:B എന്ന് പറയുന്നത് നമുക്കറിയാം. A എന്ന് പറയുന്നത് എന്താണ് മക്കളെ? A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അല്ലെ. എന്താണ്? ഫസ്റ്റ് ടേം ആണ്. അപ്പൊ എന്താ മക്കളെ B എന്ന് പറയുന്നത്? B എന്ന് പറയുന്നത് സെക്കൻഡ് ടേം. എന്താ സാറേ ഞങ്ങൾക്ക് പഠിക്കാനുള്ള അല്ലെ, ആണല്ലേ. അതേപോലെ ഇനി നമ്മൾ ഇതിൽ ഓർത്തിരിക്കുന്നത് ഇതിന് മറ്റ് രണ്ട് പേര് കൂടുകളുണ്ട്. എന്താണ് ആ പേര് നോക്കാം. ഫസ്റ്റ് ടേമിന് നമ്മൾ എന്ത് പറയും? ആന്റി ഇൻസിഡന്റ് എന്ന് പറയും. ആന്റിസിഡന്റ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ടൈം നമ്മൾ എന്ത് പറയും സാറേ? എന്താണ്? കോൺസ്റ്റിക്വന്റ്. ഓക്കെ, കോൺസ്റ്റിക്വന്റ്. ഇങ്ങനെ എന്താണ് റേഷ്യോയുടെ ജനറലായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റേഷ്യോ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. രണ്ടിലധികമായിട്ടുള്ള ക്വാണ്ടിറ്റിയുമായിട്ട് സെയിം കൈൻഡിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്യുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലെ. റേഷ്യോ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? ഇതിന്റെ ഒരു if a quantity if two quantity
two quantity A is to B of same kind which can be represented as A by B. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് A is to B അല്ലേ? രണ്ട് ക്വാണ്ടിറ്റി A is to B ആണെങ്കിൽ സെയിം കൈൻഡ് ആണ്. അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A by B റെപ്രസെന്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ A is to B എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് റേഷ്യോ. നമുക്കത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത എന്താണ്? നമുക്ക് ഇതിൽ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ടീഷൻസ് നമ്മൾ നോക്കാം. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നോട്ട്സ് ആണ് ഇവിടെ, നോട്ട്സ് നോട്ടിന്റെ അകത്ത് ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഫ്രീ ആണ്. എന്താണ്? യൂണിറ്റ് ഫ്രീ ആണ്. അല്ലേ? ഓക്കെ, യൂണിറ്റ് ഫ്രീ ആണ് അല്ലെങ്കിൽ ഓർ എന്താണ്? നോ യൂണിറ്റ് ആണ്. നോ യൂണിറ്റ് ഫോർ റേഷ്യോ. റേഷ്യോയ്ക്ക് എന്തില്ല മക്കളെ? യൂണിറ്റ് എന്നും സംഭവമില്ല. റേഷ്യോ നമ്മൾ റേഷ്യോ ആയിട്ട് തന്നെ കാണിക്കുള്ളൂ. അതിന് പ്രത്യേകിച്ച് എന്ത് കാണിക്കില്ല? യൂണിറ്റ് കാണിക്കില്ല. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റേഷ്യോ ആർ expressed in simplest form. സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റേഷ്യോ കാണിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് എക്സാമ്പിളിന് ഇപ്പം ചെറിയ റേഷ്യോ ആണ് 2:4 എന്ന റേഷ്യോ. ഇത് ഇങ്ങനെ നമ്മൾ കാണിക്കുക ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായത്. വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്തില്ല അതുകൊണ്ട്. അപ്പൊ എന്ത് വരും? 1:2. നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് രീതിയില സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എന്ത് കാണിക്കുള്ളൂ? റേഷ്യോ കാണിക്കുള്ളൂ, എക്സ്പ്രസ് ചെയ്യുള്ളൂ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റേഷ്യോ ഈസ് ഇമ്പോർട്ടൻറ്റ്. റേഷ്യോയുടെ ടേംസിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിന് A:B ഈസ് നോട്ട് ഈക്വൽ ടു B:A. എക്സാമ്പിൾ വേറെ നോക്കുകയാണെങ്കിൽ നമുക്ക് 1:2 ഈക്വൽ ടു 2:1 എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഇത് നമ്മൾ എങ്ങനെ എഴുതാം? ഇത് നമ്മൾ എഴുതുന്നത് 1/2 ഈക്വൽ ടു 2/1. ഇതെന്ന് പറയുന്ന 0.5 ആണ്. ഇതെന്ന് പറയുന്നത് 2 ആണ്. ഇത് ഈക്വൽ ആവും മക്കളെ? ഇല്ല. അതുകൊണ്ട് എന്താണ്? ടേംസിന്റെ ഓർഡറിന് എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. ഈ 3 പോയിന്റ് എന്താണ്? നിർബന്ധമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. റേഷ്യോ എന്ന് ചാപ്റ്റർ പഠിക്കുമ്പോൾ കേട്ടോ. സെയിം കാര്യം എന്താണ്? ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സീരീസ് 2 കൂട്ടരും കാണുന്നുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന താരം കമന്റ് കേട്ടോ. നമ്മുടെ ചാനൽ വ്യൂസ് ആരാ നോക്കാം, ചെയ്യാനും നോക്കാം. ഓക്കെ, അപ്പം എന്താ ഈ ഒരു CA പഠിക്കാൻ നമുക്ക് ആയിരിക്കും. നമുക്കറിയാം മാത്സ് ഫൗണ്ടേഷൻ ഉണ്ടല്ലേ? മാത്സ് ഫൗണ്ടേഷൻ ഉണ്ട് മക്കൾ. നിങ്ങൾക്ക് ഇന്റർവ്യൂവിലേക്ക് വരുന്നില്ല ഇല്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, CMAക്കകത്ത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള റിഗ്രഷൻ ഒക്കെ കുറച്ചുകൂടി CMAക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, ഞാൻ CMA ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കറിയാം. ഇന്റർവ്യൂ അത് ഉണ്ടോ ഇല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം പ്രോപ്പർട്ടീസ്. ഇനി എന്താ പ്രോപ്പർട്ടീസ് ആണ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് റേഷ്യോസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നമ്മളുടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? ഇത് നിങ്ങൾക്ക് MCQ ചോദ്യങ്ങൾ വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്താണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയുന്ന ആദ്യമേ നമുക്ക് പഠിക്കാം. എന്താ? ആദ്യത്തെ നമുക്ക് ഇൻവേഴ്സ് റേഷ്യോ പഠിക്കാം. ഇൻവേഴ്സ് റേഷ്യോ എന്ന പേര് തന്നെ ഇല്ലേ മക്കളെ? ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് നമുക്ക് പറയാവുന്നതാണ്. CMAയുടെ ഒക്കെ ഡിഷൻ എന്താ? റെസിപ്രോക്കൽ റേഷ്യോ എന്നും പറയും. റെസിപ്രോക്കൽ റേഷ്യോ എന്നും പറയും. കാരണം തിരിച്ചിടുന്ന എന്താണ്? ഇപ്പം A:B ആണെങ്കിൽ നമ്മളത് എങ്ങനെ എഴുതും? B:A എന്ന് എഴുതും. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്.
ഉദാഹരണത്തിന് വേറെ ഉദാഹരണം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് 1:2 ആണെങ്കിൽ നമുക്ക് തിരിച്ചെന്താ 2:1 ഇടാം. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ജനറൽ ഫോം നമ്മൾ പറഞ്ഞു A:B. A:B ചോദ്യം എഴുതുന്നത് B:A ആയിരിക്കും. അത് മാത്രമല്ല നമ്മളെ അവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റ് ഈസ് 1. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇവിടെ നോക്കിയേ മക്കളെ, ഇതിന്റെ പ്രോഡക്റ്റ് നോക്കിയേ, 2 കട്ട് ചെയ്തു, 1 കട്ട് ചെയ്തു, ഉത്തരം 1 അല്ലേ? സോ റേഷ്യോ ആൻഡ് ഇൻവേഴ്സ് റേഷ്യോയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത എന്താ മക്കളെ വരുള്ളൂ? 1 വരുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1. അപ്പം ഒരു ചോദ്യത്തിൽ വന്നു 2:3 എന്ന് കണ്ടു. ഫൈൻഡ് ദ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 2:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3:2. വ്യത്യാസമില്ല. ഓക്കെ, 3:2 ആയിരിക്കും. ഓക്കെ, അടുത്ത എന്താ മക്കളെ? അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് റേഷ്യോ. കോമ്പൗണ്ട് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ the ratio compound of the ratio are A:B, C:D, E:F is ACE is to BDF. അങ്ങനെ വെച്ചാൽ നോക്കിക്കോളൂ, the ratio compounded of the ratios are. നമുക്ക് കുറച്ച് ഉദാഹരണത്തിന് A:B എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്, C:D എന്ന റേഷ്യോ ഉണ്ട്, E:F എന്ന റേഷ്യോ ഉണ്ട്. അപ്പം അത് അതിന്റെ കോമ്പൗണ്ട് റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട മക്കളെ, ഫസ്റ്റ് ടൈം എല്ലാം കൂടി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം, ഈക്വൽ ടു, അല്ലെങ്കിൽ റേഷ്യോ എന്താണ്? സെക്കൻഡ് ടൈം എല്ലാം കൂടി ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ് മക്കളെ? ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിന്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് A, ഇതിന്റെ ഏതാണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് C, അടുത്തതിന്റെ ഫസ്റ്റ് ടൈം ഏതാ? E. അപ്പൊ എന്താ പറഞ്ഞത്? ACE മൾട്ടിപ്ലൈ ചെയ്തു, E:2 എന്നതിന്റെ റേഷ്യോ എന്താണ്? സെക്കൻഡ് ടൈം എല്ലാം കൂടി, സെക്കൻഡ് BDF അല്ലേ? ഓക്കെ, BDF ഇതാണ് എന്താ അതിന് ഉത്തരമായിട്ട് കിട്ടുക. മനസ്സിലായോ? കോമൺ റേഷ്യോ ആകുമ്പോൾ എത്ര ചെയ്താൽ വേറെ പ്രത്യേകിച്ച് വേറെ പരിപാടിയും ഒന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം, കോൺസെപ്റ്റ് പഠിക്കാം. കാരണം കൺസെപ്റ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന മക്കളെ ഒന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട്. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ്? ഒന്നല്ലാതെ അതിന്റെ കൂടെ ഒരെണ്ണം കൂടി അല്ലെ? എന്നെപ്പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ എന്റെ അതേ രൂപത്തിൽ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നല്ലേ അർത്ഥാക്കുന്നത്. അപ്പൊ എന്താ, ഇപ്പൊ നമ്മുടെ ചോദ്യം വരുന്നത് A:B ആണെങ്കിൽ ഫൈൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? A² × B². അതല്ലെങ്കിൽ നമുക്ക് ഓറായിട്ട് നമുക്ക് എങ്ങനെ പറയാം? A:B × A:B എന്ന് പറയാം. ഇത് എന്ത് ചെയ്യുമ്പോൾ എന്ത് വരും? A²:B² തന്നെ വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. കൂടുതൽ ഒത്തിരി കാര്യത്തിലേക്ക് ചിന്തിക്കാൻ പറഞ്ഞു, ഒത്തിരി ഡെഫിനേഷൻ വരുമ്പോൾ ഒത്തിരി ഇത് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഓരോ എണ്ണം അറിയത്തുള്ളെങ്കിൽ നിങ്ങൾ ആ രീതി ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഓക്കെ, അത് മേ ബി ലോങ് ആയിരിക്കാം, മേ ബി ഷോർട്ട് ആയിരിക്കാം. എന്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് അറിയത്തുള്ളെങ്കിൽ നിങ്ങൾ വേറെ ഒത്തിരി പോയിന്റ് ചിന്തിക്കാം. മറ്റേന്റെ കുഴപ്പമറിയോ, നമ്മൾ ചിന്തിക്കും ഇത് ഏത് ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യണ്ട, അല്ലെ ഏതവിടെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാ? മനസ്സിലായോ? ഏതായിരിക്കും ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ട് വരിക എന്നൊക്കെ ഒരു ഡൗട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു A:B എന്ന് ചോദ്യം കണ്ടുകഴിഞ്ഞാൽ എന്താണ്? A²:B². ഉദാഹരണത്തിന് ജസ്റ്റ് കാണിച്ചു തരാം. 1:2 എന്നാണ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മക്കളെ? അതിന്റെ സ്കോർ കാണണം. എത്ര വരും? 1 ന്റെ സ്കോർ എത്രയാ? 1. 2 ന്റെ സ്കോർ എത്രയാ? 4. അപ്പൊ എത്ര റേഷ്യോ? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 1:4. സിമ്പിൾ. അടുത്ത ഇതിന്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് എന്തായിരിക്കും? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ മക്കളൊന്നുമില്ല. ഇപ്പം എന്താണ് A:B എന്ന് തന്നെയാണ് ചോദ്യം എന്ന് വിചാരിക്കാം. ഓക്കെ, അതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ പകുതിയിലോട്ട് പോവാ. അപ്പൊ എന്താണ്? സ്ക്വയർ റൂട്ട് കാണാം. A:B സ്ക്വയർ റൂട്ട് ഓഫ് B. ഇതാണ് ഉത്തരം. ഇപ്പൊ നേരത്തെ കണ്ട അതേ സെയിം തന്നെ 1:2 ചോദ്യം കണ്ടു, അതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 2. ഉത്തരം കിട്ടി. സിമ്പിൾ. വേറെ ചോദ്യം നോക്കാം. വേറെ ചോദ്യം നോക്കുമ്പോ
4:9. സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പറഞ്ഞ എന്ത് വർക്കാണ് 4 കൊണ്ട് കാൽക്കുലേറ്റർ അടിക്കുക ഉത്തരം 2:3 എന്ന് കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ സബ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ഇൻവേഴ്സ് റേഷ്യോ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻവേഴ്സ് റേഷ്യോ പഠിച്ചു, കോമ്പൗണ്ട് റേഷ്യോ പഠിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പഠിച്ചു, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്താണ് മക്കളെ? അഞ്ചാമത്തെ അല്ലേ? അഞ്ചാമത്തെ എന്താണ്? ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഒന്നുമില്ല മക്കളെ, A:B എന്നാണ് വന്നേക്കണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ട്രിപ്പിൾ എന്ന് വെച്ചാൽ 3 അല്ലേ? അപ്പൊ എന്താ ക്യൂബ് കണ്ടാൽ A3:B3 ഉത്തരം കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് 1:2 ആണെങ്കിൽ അതിന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നതാണ് 1:2 വരും. ഓക്കെ, അത് എഴുതുമ്പോ 1:8 വരും. ഓക്കെ, കറക്റ്റ് കിട്ടിയില്ലേ? ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ഒപ്പം പഠിക്കാൻ പറ്റിയതായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് പഠിച്ചു, സബ് ഡ്യൂപ്ലിക്കേറ്റ് പഠിച്ചു. അപ്പൊ ഇനി ട്രിപ്ലിക്കേറ്റ് പഠിച്ചപ്പോ അടുത്ത എന്താ പഠിക്കേണ്ടത്? സബ് ട്രിപ്ലിക്കേറ്റ്. സബ് ട്രിപ്ലിക്കേറ്റ്. സബ് ട്രിപ്ലിക്കേറ്റ് എന്താ നോക്കാൻ ഒന്നുമില്ല. എന്താ സബ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടപ്പം 2ന്റെ പവർ ആയിട്ട് നമ്മൾ സ്ക്വയർ റൂട്ട് കൊണ്ടു. സബ് ട്രിപ്ലിക്കേറ്റ് വെച്ചാൽ 3ന്റെ പവർ ആണ് കണ്ടത്, ക്യൂബിക് റൂട്ട് കടന്നു. സിമ്പിൾ. A:B ആണെങ്കിൽ അതിന്റെ ഉത്തരം വരിക ക്യൂബിക് റൂട്ട് ഓഫ് A ഇൻറ്റു ക്യൂബിക് റൂട്ട് ഓഫ് B ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ ഒരു ഉദാഹരണത്തിന് 1:8 വന്നു എന്ന് വിചാരിക്കാം. അതിന്റെ ഉത്തരം ഏതാന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് 1:8 എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2 എന്ന് ഉത്തരം വരും. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, കാൽക്കുലേറ്ററിൽ ക്യൂബിക് റൂട്ട് കാണാനുള്ള നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന കാര്യത്തിലെ കാര്യം കമന്റ് ചെയ്യാം. ടെക്നിക്ക് നമുക്ക് വീഡിയോ ചർച്ച ചെയ്യാം കേട്ടോ. അടുത്ത 7ാമത്തെ കണ്ടിന്യൂസ്ഡ് റേഷ്യോ. കണ്ടിന്യൂസ്ഡ് റേഷ്യോ. കണ്ടിന്യൂസ് റേഷ്യോ എന്ന് പറയുമ്പോൾ it is a relation or comparison between the magnitude of 3 or more quantity of same kind. സെയിം കൈൻഡിലുള്ള 3-3 ക്വാണ്ടിറ്റിയെ കമ്പയർ ചെയ്യാൻ, മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് റേഷ്യോ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. നോക്കാം, എഴുതാം. The continuous ratio of നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇറ്റ് ഈസ് ദ relation or comparison between the magnitude of 3 or more quantities of same kind. ഒരേ കൈൻഡിലുള്ള 3-3-ലധികമായിട്ടുള്ള ക്വാണ്ടിറ്റീസിന്റെ കമ്പാരിസന്റെ ആണ് നമുക്ക് കണ്ടിന്യൂസ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെ എന്ത് ചെയ്യാം, എങ്ങനെ ഡിനോട്ട് ചെയ്യാം? The continuous ratio of 3 similar quantities A, B, C can be written as A:B:C. കണ്ടിന്യൂസ് റേഷ്യോ 3 കൈൻഡിലുള്ള സിമിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ A, B, C നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A:B:C എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് പഠിച്ചല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്താ പഠിച്ചേ?
ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ആദ്യമേ നമ്മൾ റേഷ്യോ എന്താണ് പഠിച്ചത് അല്ലെ? റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ റേഷ്യോയുടെ കമ്പാരിസൺ പഠിച്ചു. കമ്പാരിസൺ രണ്ടോ രണ്ടിലധികമായിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ കാര്യം പഠിച്ചു. സെയിം കൈൻഡ് ആണ് പഠിച്ചത് അല്ലെ? അതേപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A/P എന്ന റേഷ്യോ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ടൈമിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആന്റിജൻസ് എന്നും സെക്കൻഡ് ടൈമിൽ നമ്മൾ കോൺസിക്വൻസ് ആണെന്ന് പറയുന്നത് പഠിച്ചു. അടുത്ത ടൈമിൽ പറയുന്നത് എന്താണ്? രണ്ട് ക്വാണ്ടിറ്റി നമുക്ക് A/B ഡിനോട്ട് ചെയ്യാൻ പഠിച്ചു. അതുപോലെ പ്രധാനമായിട്ട് നോട്ട്സ് പഠിച്ചു. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഫിഗർ പഠിച്ചു. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ഉള്ളത് പഠിച്ചു. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് പഠിച്ചു. 7 ടൈപ്പാണ് പഠിച്ചത്. ഇൻവേഴ്സ് റേഷ്യോ പഠിച്ചു, കോമ്പൗണ്ട് റേഷ്യോ പഠിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് പഠിച്ചു, സബ് ഡ്യൂപ്ലിക്കേറ്റ് പഠിച്ചു, ട്രിപ്ലിക്കേറ്റ് പഠിച്ചു, സബ് ട്രിപ്ലിക്കേറ്റ് പഠിച്ചു, കണ്ടിന്യൂസ് റേഷ്യോ പഠിച്ചു. കണ്ടിന്യൂസ് റേഷ്യോയുള്ള കാര്യങ്ങളും പഠിച്ചു അല്ലെ? ഇത്ര കാര്യങ്ങളാണ് പഠിച്ചത്. എന്റെ ചോദ്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ചെയ്യും. ഓക്കെ, കൺസെപ്റ്റ് പഠിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഒരു നോട്ട് തരാം. അപ്പൊ നമുക്ക് എന്താണ്? ഒരു നോട്ട് തരാം അല്ലെ? ഓക്കെ, നോട്ടിനകത്ത് നമ്മൾ പറയുന്നത് ഇഫ് എ ക്വാണ്ടിറ്റി K ആണെങ്കിൽ അത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ റേഷ്യോ A/B ആണ് ആ ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യണമെങ്കിൽ ന്യൂ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ന്യൂ ക്വാണ്ടിറ്റി വിൽ ബി K into B by A എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ന്യൂ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? B by A into ഒറിജിനൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇത് ഓർത്തിരിക്കുക ഇക്വേഷൻ നോട്ടായിട്ട്. ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇൻവേഴ്സ് ആണല്ലേ? റേഷ്യോയുടെ ഇൻവേഴ്സ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ റേഷ്യോ എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞു. റേഷ്യോ എന്ന ഭാഗം എന്ത് കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ അകത്ത് ഇത്രയാണ് മാക്സിമം കൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്പോർഷൻസ് അല്ലെ? പ്രൊപ്പോർഷൻസ് പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സസ് ആണെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാം? നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ അറിയാമെന്ന് വിചാരിക്കുന്നു. 8921240354. ഇതിനെന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.